എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhsems.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ vhsems.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് vhsems.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് വ്യൂ ഓൾ എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു വ്യൂ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് മുഴുവനായിട്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം റീവാലുവേഷൻ റിസൾട്ട്, അതായത് റീവാലുവേഷൻ റിസൾട്ട് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് ഇയർ മാർച്ച് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഇഫ് എനി ചേഞ്ചസ് ഇൻ ദ സ്കോർ സെക്കൻഡ് ഇയർ മാർക്ക് ലിസ്റ്റ് അലോങ് വിത്ത് ദ റീവാലുവേഷൻ റിസൾട്ട് പേജ് ഓഫ് ദ കാൻഡിഡേറ്റ് ഹൈലൈറ്റഡ് ഷുഡ് ബി submitted to the examination wings to get റിവൈസ്ഡ് മാർക്ക് ലിസ്റ്റ്. അതായത് നിങ്ങൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇനി പരിശോധിക്കാൻ പോകുന്ന റീവാലുവേഷൻ റിസൾട്ടിൻ്റെ പേജിൽ നിങ്ങളുടെ ആ ഒരു മാർക്ക് ഏതാണ് കൂടിയുള്ളത് അത് ഹൈലൈറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കൂടെ നിങ്ങൾ അപേക്ഷ സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ മാർക്ക്, അതായത് നിങ്ങളുടെ കൂടിയ മാർക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഒരു മാർക്ക് ലിസ്റ്റ് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് നിങ്ങളുടെ ഏത് മാർക്കാണ് കൂടിയുള്ളത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ സ്കൂളിൽ കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ഈ ഒരു റീവാലുവേഷൻ റിസൾട്ട് നോക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചില സമയത്ത് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡൗൺലോഡ് അഗൈൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺലോഡ് എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ബ്രൗസറിലെ ഡൗൺലോഡ് ഓപ്ഷനിലേക്ക് പോവുക. അവിടെ അതായത് ബ്രൗസറിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഭാഗത്ത് ഡൗൺലോഡ്സിൽ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് ഈ ഒരു റീവാലുവേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതാണ് ഇപ്പോൾ vhsems.kerala.gov.in വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത സമയത്ത് ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതായത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ എക്സാമിനേഷൻ മാർച്ച് 2025 റീവാലുവേഷൻ റിസൾട്ട് ഓഫ് സെക്കൻഡ് ഇയർ, അതായത് സെക്കൻഡ് ഇയറിലെ റീവാലുവേഷൻ റിസൾട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ മാർച്ച് 2025 റീവാലുവേഷൻ റിസൾട്ടും ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ് ഉള്ളത്. അതുപോലെ ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്, അതായത് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കൊടുത്തിട്ടുള്ളത് സ്കൂൾ കോഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്കൂൾ കോഡ് ആ ഒരു ക്രമത്തിലാണ് ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും റിസൾട്ട് ഒരുമിച്ചിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് 13 പേജാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിലുള്ള സെർച്ച് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫൈൻഡ് ഇൻ പേജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ട്, അതായത് റീവാലുവേഷൻ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ്റെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എവിടെയാണുള്ളതെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 246549 എന്നുള്ള ആ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നോക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ഇവിടെയുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ബ്രൗസറിലേത്. അതുപോലെ തന്നെ അതിനുശേഷം ഫൈൻഡ് ഇൻ പേജ് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കൃത്യമായിട്ട് 2465 ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പർ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സാമ്പിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് അതായത് ആ ഒരു നമ്പർ, ആ ഒരു രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ ഉള്ളത്, അതായത് ആ ഒരു നമ്പർ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആ ഒരു നമ്പർ മാച്ച് ചെയ്യുന്ന ആ ഒരു നമ്പർ ഇതിലുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് ഏതൊക്കെ നമ്പറാണ് ഉള്ളത് എന്നുള്ളത് ഈ ഒരു രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത്, അത് സെർച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഫൈൻഡിങ് പേജ് ഉപയോഗിച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് ആ ഒരു പേജിൽ ആ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വിദ്യാർത്ഥി ഈ ഒരു ബയോളജിക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലേത് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ഇയറിൻ്റെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ തന്നെ ഇംഗ്ലീഷും
ഇമ്പ്രൂവ്മെൻറ്റിൻ്റേതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യത്തെ നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം റിസൾട്ട് നോക്കുന്ന സമയത്ത് ആദ്യത്തെ കോളത്തിൽ റിസൾട്ടും രണ്ടാമത്തെ കോളത്തിൽ അത് വേരിയേഷൻ ആയിട്ടുണ്ടോ, അതായത് വേരിയേഷൻ അല്ല, അത് രണ്ടാമത്തെ കോളത്തിൽ അത് സെക്കൻഡ് ഇയറിലേതാണോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റേതാണോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബയോളജിയുടെ നോക്കുന്ന സമയത്ത് നോ വേരിയേഷൻ ആണ്, അതായത് മാർക്ക് മാറിയിട്ടില്ല. അതുപോലെ തന്നെ അത് മാറാത്തത് ഇവിടെ സെക്കൻഡ് ഇയറിലേതാണ് കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഇയറിലെ ആ ഒരു റീവാലുവേഷന് കൊടുത്ത സബ്ജക്റ്റിൻ്റെ മാർക്ക് മാറിയിട്ടില്ല. അതേസമയം ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം ഇവിടെ ബയോളജി തന്നെ 38 മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് നോക്കുന്ന സമയത്ത് അത് ഏത് ഇയറിലാണ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റേതാണ്. അതുപോലെ തന്നെ അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് ഇവിടെ 65 മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് മാർക്ക് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മാർക്ക് കാണിക്കുന്നത്. അതുപോലെ മാർക്ക് കൂടിയിട്ടില്ലെങ്കിൽ നോ വേരിയേഷൻ എന്നാണ് ഉണ്ടാവുക. അതുപോലെ ഇവിടെ മാർക്ക് കൂടിയതുകൊണ്ട് അത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ആ ഒരു മാർക്കാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ചില വിദ്യാർത്ഥികളുടെ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് നോ വേരിയേഷൻ കാണാം. നോ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം മാർക്ക് കൂടിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റീവാലുവേഷന് ശേഷം മാർക്ക് കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അത് ഏത് വർഷത്തെ സബ്ജക്റ്റിൻ്റെ റീവാലുവേഷനാണ്, നിങ്ങൾ ഫസ്റ്റ് ഇയറിലേത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷ റീവാലുവേഷന് കൊടുത്തതാണോ, അതല്ല സെക്കൻഡ് ഇയറിലെ പരീക്ഷയുടെ ആ ഒരു മാർക്ക് വന്ന ശേഷം, അതായത് ആ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ സെക്കൻഡ് ഇയറിലേതിൻ്റെതാണോ റീവാലുവേഷൻ കൊടുത്തത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്നുകൂടി പറയാം, ഈ ഒരു ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ റിസൾട്ടാണ്. അതായത് നിങ്ങൾക്ക് മാർക്ക് റീവാലുവേഷന് ശേഷം കൂടിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും, റീവാലുവേഷന് ശേഷം മാർക്ക് കൂടിയിട്ടില്ലെങ്കിൽ നോ വേരിയേഷനാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ ആ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത് സെക്കൻഡ് ഇയറിലെ റീവാലുവേഷനാണോ, സെക്കൻഡ് ഇയറിലെ പരീക്ഷയുടെ ആ ഒരു റീവാലുവേഷൻ ആണോ എന്നുള്ളതും, അതല്ല ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റീവാലുവേഷൻ ആണോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്കൂൾ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയത് കൊണ്ടാണ് ഈ രീതിയിൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും മാർക്ക് മിക്സഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ബയോളജിയാണ്, അവിടെ റിസൾട്ട് നോക്കുമ്പോൾ നോ വേരിയേഷൻ ആണ്, അത് മാർക്ക് കൂടിയിട്ടില്ല. അത് ഏത് ഇയറിലേതാണ് നോക്കുന്ന സമയത്ത് അത് സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റിൻ്റെ ആണ്, അത് +2ൻ്റെ റീവാലുവേഷൻ റിസൾട്ടാണ് അത്. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തേത് നോക്കുന്ന സമയത്ത് 38 മാർക്ക്, അത് മാർക്ക് കൂടിയിട്ടുണ്ട്, അത് ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആ ഒരു റീവാലുവേഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം 65 മാർക്ക്, അതായത് മാർക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വർഷത്തെ ആ ഒരു മാർക്കാണ് കൂടിയിട്ടുള്ളത് എന്ന് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റീവാലുവേഷന് കൊടുത്തതാണ് മാർക്ക് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അത് ഫസ്റ്റ് ഇയറിലെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെതാണോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടേതാണോ എന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.